പടവെട്ടിലെ പുഷ്പ ദുബായിൽ നിന്നും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നിരവധി കഥാപാത്രങ്ങളിലൂടെ സ്വാഭാവിക അഭിനയം കൊണ്ട് പ്രേക്ഷക മനസ്സിലിടം നേടിയ രമ്യ സുരേഷാണ് പടവെട്ടിലൂടെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഈ താരം. മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞ പുതിയ സന്തോഷത്തിലാണ് രമ്യ. ഫാൻ ആകാത്തവർ വിരളമാണ്. ഉളുപ്പില്ലാത്ത കോഴിയെ തിന്നമുഴ നാറ്റിച്ച്. എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ മുതല് പറമ്പിൽ തുറന്നീ ഒന്ന് നിർബന്ധിക്ക്. നിങ്ങൾക്ക് വൃത്തിയില്ലാത്തോണ്ട് ഇതൊന്നും വൃത്തിയുടെ തോന്നൂലായിരിക്കും. ഇനി മുതല് രാവിലെയും വൈകിട്ടും കോഴീനെ സോപ്പും തേച്ച് കുളിപ്പിച്ച് ഒരു കുറിയും തൊട്ട് ഞാൻ ഈ തിണ്ണയിലിരുത്താറാ. എനിക്കൊരു കൂട്ടാവട്ടെ. സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണ പങ്കിടാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നു രമ്യ. എൻ്റെ ക്യാരക്ടർ വളരെ ചെറുതാണ്, പക്ഷെ ആകെ 3 സീനേ ഉള്ളൂ. പക്ഷെ അത് മമ്മൂക്കയുടെ കൂടെയാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അതിന് മുന്നേ 2-3 പടം എനിക്ക് മിസ്സായിരുന്നു. പ്രീസ്റ്റ്, പുഴു, റോഷാക്ക് 3 വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം എന്തായാലും അടുത്ത വരുന്നത് ചെയ്യണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ വന്നത് നല്ലൊരു ചെറിയ 3 സീനാണെങ്കിലും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയെന്നാണ് വിശ്വാസം. എൻ്റെ സുഭാഷ് ചന്ദ്രബോസ് കണ്ടിട്ടാണ് ഉണ്ണികൃഷ്ണൻ സാറ് ഇതിലേക്ക് വിളിച്ചത്. നിരവധി ചിത്രങ്ങളിലൂടെ നാട്ടിൻപുറത്തെ വീട്ടമ്മയായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞ രമ്യയുടെ യഥാർത്ഥ ലുക്ക് കണ്ട് പലരും തിരിച്ചറിയാറില്ല. ദുബായ് നഴ്സായിരുന്നു രമ്യ. ഇപ്പോൾ നാട്ടിലെ ലൊക്കേഷനുകളിൽ തിരക്കൊഴിഞ്ഞാൽ ഒരു സാധാരണ പ്രവാസിയായി ദുബായിലുണ്ടാകും. രമ്യയുടേതായി പുറത്തിറങ്ങാൻ ഒരു പിടി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇനി ഇറങ്ങാനുള്ളത് വെള്ളരിപ്പട്ടണം, ആളങ്കം, വികാരം, ചേര, പാച്ചു അത്ഭുതവിളക്കും, കനകരാജ്യം, 1001. ദുബായ്.